നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം. വെട്ടൻ ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് സ്വാഗതം. വർഗീയ ശക്തികളുടെ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും കേരളത്തിലുണ്ടായ മാറ്റം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെന്നും വികസന രംഗത്തുള്ള കുതിപ്പ് തുടരാൻ ഇടതുപക്ഷം തുടരണമെന്നും മുഖ്യമന്ത്രി തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്, പക്ഷേ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കലാണ് ആവശ്യം. ഈ പതിറ്റാണ്ടിൽ അനുഭവപ്പെടുത്താൽ അവ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത്തരം പദ്ധതികളുടെ ഫലങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ അനുഭവത്തിൽ ഒരു പുതിയ ശൈലിയായിരുന്നു. ആ ശൈലിയാണ് ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇവിടെ എല്ലാ ഘട്ടത്തിലും വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചിട്ടുള്ളത് LDF ആണ് എന്നത് എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ LDFന് നല്ല ജനസ്വീകാര്യതയാണ് വരുന്നത്. അതിപ്പോൾ ഉണ്ടായതല്ല, നേരത്തെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് 2021 LDFന് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി ജനങ്ങൾ തുടർ ഭരണം സമ്മാനിച്ചു. പാർട്ടി ടിക്കറ്റ് ലഭിക്കാൻ ഇടനിലക്കാരുടെ വഴി കോടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയും അവരുടെ വലയത്തിലുള്ള ആളുകളുടെയും പേരുകളാണ് ആരോപണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം സാധാരണഗതിയിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട ഒരു സ്ഥാനമാണ്. പക്ഷേ പണം കൊണ്ട് വാങ്ങാവുന്ന അവസ്ഥയിലേക്ക് മാറിയോ എന്ന് സംശയിക്കാവുന്ന നിലയിലാണ് കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്, ഇതൊരു ഗുരുതരമായ ആരോപണമാണ്. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ വ്യക്തമായ പ്രതികരണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇത് വ്യാജമായ ആരോപണമാണെങ്കിൽ അത് ഉടനെ നിഷേധിക്കാതെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാൻ. അതോടൊപ്പം തന്നെ രണ്ടാമത് വരുന്നത്, പാർട്ടിയുടെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുതകുന്ന, അത് കൈകാര്യം ചെയ്യുന്ന തലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർത്തുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടി എന്ന നിലക്ക് അവരുടേതായ ഒരു ആഭ്യന്തര അന്വേഷണമെങ്കിലും ഇക്കാര്യത്തിൽ നടക്കേണ്ടതല്ലേ? എന്താണ്
അതിന് തയ്യാറാകാത്തത്. അത് ആ പാർട്ടിയുടെ പ്രശ്നമാണെങ്കിലും അവരുടെ ആഭ്യന്തര സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ടല്ലേ മാറുന്നത്. മൂന്നാമത്തത്, സ്ഥാനാർത്ഥിത്വം പോലും സാമ്പത്തിക ശേഷി നോക്കി വിതരണം ചെയ്യുന്ന രീതിയാണെങ്കിൽ ജനാധിപത്യത്തിലെ സമത്വവും ആശയാധിഷ്ഠിത രാഷ്ട്രീയവും എവിടെ നിൽക്കും? സാധാരണ പ്രവർത്തകരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ തകർക്കപ്പെടേണ്ടതാണ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.